വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ഇന്ന് ചരിത്ര നിമിഷം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നായ MSC ഐറിന തുറമുഖം ബർത്തിൽ നങ്കൂരമിട്ടു. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഐറിന. 16,000 കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. 3,000 മുതൽ 5,000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് സൂചന. സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരണമൊരുക്കിയത്. ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിച്ചത്. മറ്റ് ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിലൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല എന്നതും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നു. ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നതായും ആദ്യമായാണ് വിഴിഞ്ഞത്ത് എത്തുന്നതെന്നും കപ്പലിനെ നിയന്ത്രിക്കുന്ന മലയാളി ക്യാപ്റ്റൻ വില്ലി ആന്റണി പ്രതികരിച്ചു. കപ്പൽ 2 ദിവസം ഇവിടെ തുടരുമെന്നാണ് നിലവിലുള്ള വിവരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലിന്റെ കപ്പിത്താനായും ആ കപ്പലിനെ ഇവിടെ അടുപ്പിക്കാനും അവസരം ലഭിച്ചത് മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്നതിനു പുറമെ ഭാഗ്യം കൂടിയായി താൻ കാണുന്നതായി ക്യാപ്റ്റൻ വില്ലി ആന്റണി പറഞ്ഞു. തൃശൂർ പുറനാട്ടുകര പാലോക്കാരൻ വീട്ടിലെ പരേതനായ ആന്റണിയുടെയും ലില്ലിയുടെയും മകനാണ് വില്ലി ആന്റണി. 29 കൊല്ലമായി കപ്പലിൽ ജോലി കിട്ടിയിട്ട്. MSCയുടെ കപ്പൽ കമ്പനിയിൽ കപ്പലിന്റെ അമരക്കാരനായിട്ട് 14 വർഷമായെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ ഉൾപ്പെടെ 35 പേരാണ് കപ്പലിലുള്ളത്. വിഴിഞ്ഞത്തിന്റെ സൗന്ദര്യം തൃശൂക്കാരനായ എന്നെയും സ്വാധീനിച്ചുവെന്ന് വില്ലി ആന്റണി പറഞ്ഞു. അതേസമയം ക്യാപ്റ്റനോ മറ്റു ജീവനക്കാർക്കോ കര സ്പർശിക്കാൻ അനുമതിയില്ല. എഞ്ചിൻ ഓഫാക്കി കടലിൽ കപ്പൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കപ്പിത്താനും മറ്റു ജീവനക്കാരും കപ്പലിൽ തന്നെ തുടരേണ്ട അവസ്ഥയാണ്. ക്രൂ ചേഞ്ച് നടത്തുന്നതിനുള്ള അനുമതി നൽകുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സംവിധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇല്ലാത്തതിനാലാണ് ഇതിന് സാധിക്കാത്തത്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയും 35 ജീവനക്കാരുമാണ് കപ്പലിലുള്ളത്. തുറമുഖത്തിലെ സുരക്ഷാ സൗകര്യങ്ങൾ, പ്രവേശന നിയന്ത്രണം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡെവലപ്മെന്റ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി ലഭിക്കുക. വിഴിഞ്ഞം പഴയ തുറമുഖത്തിന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2020 മുതൽ 2022 വരെ ഇവിടെ താൽക്കാലികമായി ക്രൂ ചേഞ്ച് നടത്താനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഇത് പിന്നീട് പിൻവലിച്ചു.